മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയുന്ന റെനിയാണ് ഇന്നത്തെ ഷോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് ഇതൊന്ന് പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ചിന്ത എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ചിന്തയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണെങ്കിലും ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കട്ടെ. ഗേഹാസിമാർ ഇവിടെയുമുണ്ട്, ഇന്നുമുണ്ട്. എന്താണ് ഗേഹാസി അല്ലേ? ഗേഹാസി എന്ന ഒരാളിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഉള്ള ആ ഒരു കഥ അല്ലെങ്കിൽ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ആരാണ് ഈ ഗേഹാസി അല്ലേ? അത് കേൾക്കാനായിട്ട് ഒരു ചെറിയൊരു കൗതുകം തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും നിങ്ങൾക്ക് ഗേഹാസി ആരാണ് എന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാണ്, നല്ലതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ അറിയുമോ എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അറാം രാജാവിൻ്റെ സേനാധിപതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നയമാൻ എന്നാണ്. അറാം എന്ന രാജാവിൻ്റെ സേനാധിപതിയായിരുന്നു നയമാൻ. അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയായ അദ്ദേഹത്തിന് കുഷ്ഠരോഗം മാറുന്നില്ല. നമുക്കറിയാം, കാലഘട്ടത്തിൽ ഇപ്പോഴാണെങ്കിലും നമുക്ക് കുഷ്ഠരോഗം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊന്നും ചെറുതായിട്ട് നെറ്റി ചുളിക്കും അല്ലേ? അപ്പം ഇദ്ദേഹത്തിന് ഈ ഒരു കുഷ്ഠരോഗം മാറുന്നില്ല. ആ സമയത്ത് ആ രാജ്യത്തിലുള്ള എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്, എലീഷ എന്ന ഒരു വലിയൊരു പ്രവാചകനുണ്ട് ആ കാലഘട്ടത്തിൽ. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ എലീഷ പ്രവാചകൻ ആ സമയത്ത് ഒത്തിരിയധികം അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആറാം രാജാവ് കേട്ടു, എലീഷ പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറും എന്നുള്ളത് ഉറപ്പാണ്. വളരെ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ആറാം രാജ്യത്ത് നിന്ന് ഇസ്രായേലിലോട്ട് രാജാവ് ഈ നയമാനെയും കൂട്ടി കുറേ നല്ല വിശിഷ്ട വിഭവങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് എവിടേക്ക് പോയി? നമ്മളുടെ ഇസ്രായേലിലോട്ട് നടക്കുകയാണ്. എന്തിനാണ്? ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറാനായിട്ട്. സാധാരണ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലോട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു കാരണം വെച്ച് മറ്റൊരു രാജ്യത്തിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ കുതന്ത്രങ്ങളുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും ആ കാലഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ വലിയ സമ്മാനങ്ങളുമായിട്ട് ഇസ്രായേൽ രാജ്യത്തോട്ട് വന്ന എലീഷയെ കാണാനായിട്ട് വന്ന ആറാം രാജാവിൻ്റെ സേനാധിപതിയെയും ആളുകളെയും എല്ലാവരും ഒരു സംശയ കണ്ണുകൊണ്ട് തന്നെയാണ് നോക്കിക്കണ്ടത്. എന്തായാലും ഇവരെല്ലാവരും വലിയ സമ്മാനങ്ങളുമായിട്ട് എലീഷയുടെ അടുത്തെത്തി. എലീഷയോട് പറഞ്ഞു, എൻ്റെ സേനാധിപതി നയമാൻ കുഷ്ഠരോഗം പിടിപെട്ടിരിക്കുകയാണ്. കുഷ്ഠരോഗം മാറാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അങ്ങയുടെ അത്ഭുത സിദ്ധി കൊണ്ട് കുഷ്ഠരോഗം മാറ്റിത്തരണം. എലീഷ വളരെ വളരെ എന്താ പറയുക, നിഷ്പക്ഷമായിട്ട് തന്നെ രോഗങ്ങൾ മാറ്റുകയും അതിൻ്റെ അഭിപ്രായങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, കുഷ്ഠരോഗം മാറണം, ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല, ഒരേ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ആറാം രാജ്യത്ത് വേറെ ഒരു നദികളില്ലാഞ്ഞിട്ടാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന എന്നെ ഇവിടെ കുളിക്കാനായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറയുന്നത്? എന്തായാലും എലീഷ വളരെ വലിയ പ്രവാചകനാണ്, ലോകം മുഴുവൻ അന്ന് അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്തോ ചെയ്തു? ഇദ്ദേഹം നയമാൻ യോർദാൻ നദിയിൽ ആദ്യത്തെ പ്രാവശ്യം മുങ്ങിക്കുളിച്ചു, ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ പ്രാവശ്യം മുങ്ങിക്കുളിച്ചു, ഒന്നും സംഭവിച്ചില്ല. 3, 4, 5, 6 പ്രാവശ്യം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. കുഷ്ഠരോഗം അതുമാതിരി തന്നെ ഇരിക്കുന്നു. പക്ഷേ എലീഷ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്തു? 7ാമത്തെ പ്രാവശ്യം നയമാൻ മുങ്ങി എഴുന്നേറ്റപ്പോൾ മുഴുവൻ കുഷ്ഠരോഗവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. അത് കണ്ട് അത്ഭുതസ്തബ്ധനായി നയമാൻ പറഞ്ഞു, ഇനി മറ്റൊരു ദൈവങ്ങളെയും ഞാൻ വിശ്വസിക്കുന്നില്ല. എലീഷ വിശ്വസിക്കുന്ന ദൈവമേതാ, ആ ദൈവത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ രാജാവ് തന്നുവിട്ട ഈ ഒരു എല്ലാവിധ നല്ല സമ്മാനങ്ങളും അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് എല്ലാ സമ്മാനങ്ങളും എലീഷയ്ക്ക് കൊടുത്തു. എലീഷ എന്ത് പറഞ്ഞു? എനിക്കോ എൻ്റെ ദൈവത്തിനോ നിൻ്റെ സമ്മാനങ്ങളോ നിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒന്നും തന്നെയും വേണ്ട. എൻ്റെ ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ എലീഷ ഈ എല്ലാ സമ്മാനങ്ങളും ഈ നയമാൻ്റെ കയ്യിൽ തിരിച്ചു കൊണ്ടുകൊടുത്തു. എവിടെയാണ് ഈ കഥയിൽ നമ്മുടെ നായകൻ വരുന്നത് അല്ലേ? നമ്മുടെ നായകനെ കാണാനേ ഇല്ല. അവിടെയാണ് നായകൻ വരുന്നത്. അപ്പോൾ ആ സമയത്താണ് എലീഷയുടെ ഭൃത്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഗേഹാസ്. അദ്ദേഹത്തിന് ഒരു സംശയം. എന്തായാലും ആറാം രാജാവിന് ഇഷ്ടംമാതിരി കാശുണ്ട്. അങ്ങനെ കാശുള്ളത് കൊണ്ടാണ് ഈ സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിട്ടത്. എന്നാൽ എലീഷ വലിയൊരു മന്ത്രം ചെയ്ത് അല്ലെങ്കിൽ മാജിക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗമൊക്കെ മാറ്റുകയും ചെയ്തു.
അപ്പം അതുകൊണ്ട് എലീഷ അതിൽ എന്തെങ്കിലും അതിൽ നിന്നൊരു എന്താ പറയുക, ഒരു തുക അതിൻ്റെ ഒരു ഫീസായിട്ട് എടുക്കേണ്ടതല്ലേ? അതൊന്നും എടുത്തില്ലല്ലോ എലീഷ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാനൊരു ഭൃത്യനല്ലേ, ഞാനല്ലേ അത് കണ്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് എലീഷയോട് ചോദിച്ചു, എലീഷ നീ എന്താണ് അവൻ്റെ കയ്യിൽ നിന്ന് ഒന്നും മേടിക്കാതിരുന്നത്? അവന് കുറേ കാശൊക്കെ ഉള്ളതല്ലേ, നമുക്ക് കുറച്ച് മേടിച്ചാൽ നമുക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കായിരുന്നു എന്ന്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര അധികം കാശിന് ബുദ്ധിമുട്ടുള്ള സമയമൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ കഥാനായകൻ ഗേഹാസ് പറഞ്ഞു. അപ്പോൾ എലീഷ പറഞ്ഞു, വേണ്ട, എനിക്ക് അവരുടെ അറാം രാജാവിൻ്റെ ഒന്നും തന്നെ വേണ്ട, എൻ്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം തരും എന്ന് പറഞ്ഞ് എലീഷ അവനെ വിട്ടു. അപ്പോൾ ഗേഹാസ് എന്താണ് ചെയ്യുക? സാധാരണ മലയാളികളാണെങ്കിൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യത്തില്ല അല്ലേ? നേതാവ് അവിടെ നിന്നു, നേതാവ് പ്രാർത്ഥിക്കാൻ പോയി, ഞാൻ എൻ്റെ പണിയൊന്ന് നോക്കാം, ഞാനാണ് മെയിൻ രാജാവ് അല്ലെങ്കിൽ മെയിൻ നേതാവ് എന്ന് പറഞ്ഞു. ഇവൻ എന്ത് ചെയ്തു? ഗേഹാസ് ഇവന്മാരെ പിന്നാലെ പോയിട്ട് പറഞ്ഞു, ദേ എൻ്റെ പ്രവാചകൻ എലീഷ പ്രവാചകൻ അവിടെ ഉണ്ട്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ച് ഡ്രസ്സും കുറച്ച് നല്ല വെള്ളിപാത്രവും സ്വർണ്ണമൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തിരിച്ച് എലീഷയുടെ അടുത്ത് വന്നപ്പോൾ എലീഷ അത് കാണാതെ തന്നെ എലീഷയ്ക്ക് മനസ്സിലായി എന്താണ് പുള്ളി ചെയ്തതെന്നുള്ളത്. കാരണം അദ്ദേഹം ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിന് എന്താ ചെയ്തതെന്ന് മനസ്സിലായി. അപ്പം ഗേഹാസിനോട് ചോദിച്ചു, എന്തിനാണ് ഗേഹാസ് നീ ഇത് ചെയ്തത്? അപ്പം ഗേഹാസ് പറഞ്ഞു, അവർക്ക് ഒത്തിരി പൈസയൊക്കെ ഉള്ളതല്ലേ, നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യമല്ലേ നമ്മൾ മേടിച്ചുള്ളൂ, അതിലെന്താ ഒരു തെറ്റുള്ളത്? അവരുടെ കുറേ തന്ന മനസ്സും ഉണ്ടായിരുന്നു, ഒപ്പം അവർ തന്നതുമാണ്, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ മോഷ്ടിക്കുകയല്ല, അവർ സന്തോഷത്തോടെ തന്നതാണ്, അതുകൊണ്ട് എടുത്തൂടെ എന്ന് ചോദിച്ചു. അന്നേരം എലീഷ പറഞ്ഞു, നമുക്ക് ആർക്കും നമുക്ക് വേണ്ടി ഉള്ളത് നമ്മുടെ ദൈവം തരും, നമ്മുടെ പാരിതോഷികങ്ങൾ നമ്മുടെ ദൈവമാണ് തരുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് അർഹിക്കാത്ത പാരിതോഷികങ്ങൾ തിരിച്ചു മേടിക്കരുത്, അല്ലെങ്കിൽ പറിച്ചു മേടിക്കുകയോ അല്ലെങ്കിൽ തന്നാൽ തന്നെ രണ്ട് കൈയും കൊടുത്ത് മേടിക്കുകയോ ചെയ്യരുത്. കാരണം നീ ആ മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ ആ നയമാൻ്റെ കുഷ്ഠരോഗവും നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴെന്താ ഉണ്ടായത്? ആ ഗേഹാസിന് ആ വാങ്ങിച്ച പാരിതോഷികത്തിൻ്റെ കൂടെ കുഷ്ഠരോഗവും സമ്മാനമായിട്ട് കിട്ടി. എന്താണ് ഈ കഥയിലെ അർത്ഥം? എന്താണ് നമുക്ക് കിട്ടുന്ന, നമ്മളെപ്പോഴും പറയില്ല ഒരു കഥ പറഞ്ഞു കഴിയുമ്പോൾ വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദി സ്റ്റോറി? എന്താണ് സ്റ്റോറി? ഈ സ്റ്റോറിയുടെ എന്തായിരിക്കും നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു തത്വം അല്ലെങ്കിൽ ഒരു മോറൽ എന്തായിരിക്കും? ഒന്നുമല്ല, പലരും ദൈവത്തിൻ്റെ പേരുകൾ പറഞ്ഞ് പലരുടെ കയ്യിൽ നിന്നും പൈസയും സമ്മാനങ്ങളും എല്ലാം മേടിക്കുന്നുണ്ടാകും. അതെല്ലാം ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് നമ്മുടേതായിട്ട് മാനസികമായിട്ടുള്ള ഒരു സമ്മാനങ്ങളും ആവശ്യമില്ല. പക്ഷെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്, മറ്റുള്ളവരുടെ പേര് പറഞ്ഞ്, മറ്റുള്ളവരിൽ നിന്ന് അനാവശ്യമായ പാരിതോഷികങ്ങൾ മേടിക്കാതിരിക്കുക. അതോടൊപ്പം മറ്റു പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് ദൈവം തരുന്നതിൽ നമ്മൾ അതിൽ മാത്രം സംതൃപ്തി അടയാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ വൻപ് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പാരിതോഷികങ്ങൾ വാങ്ങിക്കാതിരിക്കുക. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു പദ്ധതിയും പ്ലാനും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അവിടുന്ന് ചെയ്യും. നമ്മളിവിടെ രണ്ട് കൈയും നീട്ടി അദ്ദേഹത്തെ ഓർത്ത്, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുക. അതുമാത്രമാണ് ചെയ്യേണ്ടത്. ഇതാകട്ടെ ഇന്നത്തെ ചിന്ത. മലയാള ജാലത്തിൽ നിന്ന് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ബിസ്മി.